കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നതിൻ്റെ കാരണം എന്തുവാ? ഒന്നാമത്തെ ലേഖനം പൗലോസ് എഴുതി, പൗലോസ് അവിടുന്ന് പോയതിനെ തുടർന്ന് സാമ്പത്തികമുള്ള ഒരു സ്ഥലമാണ് കൊരിന്താണ്. അന്നുള്ളതിലെ സാമ്പത്തികമുള്ള സ്ഥലങ്ങളിൽ ഒന്ന്. കൊരിന്ത് മാത്രമല്ല, കൊരിന്ത് നല്ല സാമ്പത്തികമുള്ള ഒരു സ്ഥലമാണ്. അതിനകത്തെ ഉപദേശിയാകാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഇന്നും അങ്ങനെയാണെന്നാണ് പറയുന്നത്. കൊരിന്തിലെ ഉപദേശിയാകണമെന്നാണ് പലരുടെയും താല്പര്യം ഇന്നും. അതിന് പൗലോസിനെ അവർ അംഗീകരിച്ചത് കൊണ്ട് പൗലോസിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ഉപദേശം പഠിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. പൗലോസിനെ കുറിച്ച് ഒരു 20ഓളം കംപ്ലൈൻറ്റുകളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ഇവൻ മൊട്ടത്തലേന, പേഴ്സണാലിറ്റി ഇല്ല, അല്ലെ കറുത്തതാ, അല്ലെ പല്ലുന്തിയതാ, പേഴ്സണാലിറ്റി ഇല്ല. 2, അവന് കണ്ണിന് കാഴ്ചയില്ല, വായിക്കാച്ചാൽ ശരിയാകത്തില്ല. 3, അവൻ്റെ പ്രസംഗത്തിന് ഒരു ചാതുര്യമില്ല, എഴുതാൻ മിടുക്കനാണെങ്കിലും പ്രസംഗിക്കാൻ മോശമാണ്. 4, വാക്ക് പാലിക്കാത്തവനാ. 5, ന്യായപ്രമാണം അറിയാൻ വയ്യാത്തവന്. എന്നിങ്ങനെ ശുദ്ധ കള്ളത്തരങ്ങൾ തന്നെ ഒരു 10-20 കൂട്ടം അങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് സാധിക്കുന്നത് എന്താണ്? ചർച്ചിനകത്തൊരു കലഹമുണ്ടാകും. ഒരു കലഹമുണ്ടായി ആളുകളുടെ അഭിപ്രായം പോയാൽ, ഒരു മനമെന്ന ശക്തി ഇല്ലാതെയായാൽ നാമധേയരായി സഭ മാറും. പിന്നെ പൗലോസിന് ശുശ്രൂഷിച്ചിട്ട് കാര്യമില്ല, മറ്റവൻ്റെ കയ്യിൽ സഭയാകും. ഇതിനുവേണ്ടി വേറൊരു കൂട്ടം ആളുകൾ, അഭക്തരായ ആളുകൾ, നുഴഞ്ഞു വന്നവർ, അത് യൂദായുടെ ഭാഷയാണ്, നുഴഞ്ഞു വന്ന അഭക്തർ, നുഴഞ്ഞു വന്നവർ ഉരസുകൊണ്ട് തള്ളി ആളുകളെ അന്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ ഉരസുകൊണ്ട് തള്ളിയിട്ട് മാറാത്തതിനെ കൊമ്പുകൊണ്ട് കൂത്ത്, മേലാൽ നിന്നെ പള്ളി കയറ്റുകയില്ല. റാംനി ഏരിയയിൽ നടന്നിട്ടുള്ള കൺവെൻഷനുകളിൽ അതിശക്തമായൊരു കൺവെൻഷൻ ഒരിക്കൽ നടന്നു. ആ കൺവെൻഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ, എൻ്റെ ഒരു പഴയ സ്നേഹിതൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ കൺവെൻഷൻ മുഴുവൻ കേട്ടിരുന്നു. ഇപ്പോഴും ഉണ്ട് ഒത്തിരി. ഞാൻ കൺവെൻഷൻ മുഴുവൻ കേട്ടിരുന്നു, മൈക്കിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് എന്താ വരാഞ്ഞത്? അത് ബ്രദറെ, വന്നാൽ ശരിയാകില്ല, പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റുകയില്ല. എനിക്കാണെങ്കിൽ 3-4 പെൺപിള്ളേരും ഒക്കെ ഉള്ളത്. അപ്പം പള്ളിയുടെ ശുശ്രൂഷയിലാണ് കഴിയുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, എടൂ, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ കൊള്ളാത്തതാണ് തൻ്റെ ഉദ്യോഗമെങ്കിൽ രാജിവെച്ച് പോയി സൈക്കിളിന് പെയിൻ്റ് അടിക്കടൂ. പാസ്റ്റർ ഉദ്യോഗം നിലനിർത്താൻ വേണ്ടി നിൻ്റെ വിശ്വാസത്തെ ത്യജിച്ചു പറയുന്നെങ്കിൽ നിന്നെ എന്നെടുക്കാൻ കൊള്ളാം.